ജനിക്കുന്ന മക്കൾ ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ കൈകളിലേക്ക് തന്നാൽ മതി ദൈവമേ എന്നാണ് എല്ലാ അച്ഛനമ്മമാരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെയാണ് കോട്ടയംകാരനായ സണ്ണി കുരുവിളയും ഭാര്യ ബെറ്റിയും ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ആദ്യത്തെ മകൻ പ്രതീകിന്റെ ജനനവും. എന്നാൽ അതിനു പിന്നാലെ ബെറ്റിയും സണ്ണിയും തിരിച്ചറിഞ്ഞത് മകന് കേൾവിശക്തിയില്ല എന്ന സത്യമാണ്. അങ്ങനെയിരിക്കെ 8.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വീണ്ടും ബെറ്റി ഗർഭിണിയായതും സുന്ദരികളായ ഇരട്ട പെൺമക്കൾക്ക് ജന്മം നൽകിയതും. അപ്പോഴും ആശങ്കയുണ്ടായിരുന്നത് മകനുണ്ടായതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പെൺമക്കൾക്ക് ഉണ്ടാകുമോ എന്നായിരുന്നു. ജനിച്ചപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർക്ക് 1 വയസ്സ് തികയവേ ബെറ്റിയും സണ്ണിയും തിരിച്ചറിഞ്ഞത് ഉള്ളുലയ്ക്കുന്ന ആ സത്യമായിരുന്നു. ബാംഗ്ലൂരിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി നോക്കുകയാണ് സണ്ണി കുരുവിള. ഭാര്യ ബെറ്റി കോളേജ് അധ്യാപികയും നർത്തകിയുമൊക്കെയായിരുന്നു. മൂത്ത മകൻ പ്രതീകിന് കേൾവിത്തകരാർ ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു അവനെ സാധാരണ സ്കൂളിലെ ചേർക്കുവെന്ന്. അവർക്ക് കൃത്യമായ പരിശീലനം കിട്ടിയാൽ സംസാരിക്കാനാകും. അതുകൊണ്ട് തന്നെ ആംഗ്യഭാഷ പഠിപ്പിക്കേണ്ട എന്നും തീരുമാനിച്ചു. അങ്ങനെ ചെന്നൈയിലെ ബാലവിദ്യാലയ സ്കൂളിലാണ് ചേർത്തത്. അവിടെ ക്ലാസ്സിൽ കുട്ടിയുടെ അമ്മയും കൂടെ ഇരിക്കണം. അമ്മയ്ക്ക് കൃത്യമായ പരിശീലനം നൽകും. അമ്മയുടെ ചുണ്ടിൻ്റെ ചലനത്തിലൂടെയാണ് കുഞ്ഞ് ഭാഷ അറിയുന്നത്. അങ്ങനെ ഭാവിയിലേക്കും പ്രയോജനപ്രദമായ ഭാഷയെന്ന നിലയിൽ ഇംഗ്ലീഷാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ലിപ് റീഡിങ്ങിലൂടെ മറ്റുള്ളവർ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും സംസാരിക്കുവാനും പ്രതീക് പഠിച്ചു. 5 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി തിരികെ ബംഗളൂരുവിലെത്തി. സാധാരണ സ്കൂളിൽ അഡ്മിഷന് ശ്രമിച്ചു. സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കൂ എന്ന് പറഞ്ഞ് മിക്ക സ്കൂളുകളും കൈയൊഴിഞ്ഞു. എന്നാൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതോടെ പ്രതീകിന് സെന്റ് ജോസഫ് സ്കൂളിൽ പ്രവേശനം ലഭിച്ചു. പ്രതീകിന് 8.5 വയസ്സുള്ളപ്പോഴാണ് സാറയും മറിയയും ജനിക്കുന്നത്. ഇരട്ട കുഞ്ഞുങ്ങളായതിനാൽ തന്നെ കുടുംബത്തിൽ ഇരട്ടി സന്തോഷവും. എന്നാൽ 1 വയസ്സായപ്പോഴേക്കും പെൺകുട്ടികൾക്കും കേൾവിത്തകരാർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ബെറ്റിയുടെയും സണ്ണിയുടെയും ഉള്ളുലഞ്ഞ നാളുകളായിരുന്നു അത്. എങ്കിലും ആത്മവിശ്വാസത്തോടെ അവർ ഒപ്പം നിന്നു. പ്രതീകിന് പരിശീലനം നൽകിയതുപോലെ തന്നെ അമ്മ ബെറ്റി പെൺമക്കൾക്കും പരിശീലനം നൽകി. കോളേജ് അധ്യാപികയായതുൾപ്പെടെ നിരവധി നല്ല ജോലികൾ കിട്ടിയിട്ടും എല്ലാം വേണ്ടെന്ന് വെച്ചാണ് ബെറ്റി മക്കളെ നോക്കിയത്. അങ്ങനെ പരിശീലനത്തിലൂടെ ആളുകൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും സംസാരിക്കുവാനും ഇരുവരും പഠിച്ചു. എന്നാൽ സാധാരണ സ്കൂളിൽ പ്രവേശനം കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടി. തുടർന്ന് ബംഗളൂരുവിലെ ക്ലൂണി കോൺവെന്റ് ഹൈസ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. പഠനത്തിൽ എന്നും മുന്നിൽ തന്നെയായിരുന്നു. 3 വയസ്സ് മുതൽ അമ്മയുടെ കീഴിൽ നൃത്തം പഠിക്കുന്ന ഇരുവരും കലാരംഗത്ത് ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ബംഗളൂരുവിലെ സെന്റ് ക്ലാരറ്റ് കോളേജിൽ നിന്നും +2 പൂർത്തിയാക്കിയ ശേഷം ജ്യോതി നിവാസ് കോളേജിൽ ബികോമിന് ചേർന്നു. ബികോമിനൊപ്പം ഒരു വിഷയമായി നിയമം പഠിക്കണം. ആ സമയത്താണ് അഭിഭാഷകയാകണമെന്ന് സാറ തീരുമാനിച്ചത്. കോഴ്സ് പൂർത്തിയായ ശേഷം ലോ കോളേജിൽ പോകണമെന്ന മോഹം അവതരിപ്പിച്ചു. കേൾക്കാൻ വയ്യാത്ത കുട്ടി എങ്ങനെ വക്കീലാകുമെന്നായിരുന്നു സംശയം. എങ്കിലും മാതാപിതാക്കൾ സാറയുടെ ആഗ്രഹത്തിനൊപ്പം നിന്നു. തുടർന്ന് ബംഗളൂരുവിലെ സെന്റ് ജോസഫ്സ് ലോ കോളേജിലെ ആദ്യ ബാച്ചിൽ അഡ്മിഷൻ ലഭിച്ചു. ഇരട്ട സഹോദരി മറിയ CAയും തിരഞ്ഞെടുത്തു. പഠനകാലത്ത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പറ്റില്ലെന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ ചുണ്ടുകളുടെ ചലനം ശ്രദ്ധിച്ച് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു പരിധിവരെ ഇരുവരെയും സഹായിച്ചു. അങ്ങനെ LLB പാസ്സായി. എൻറോൾ ചെയ്തതിനു ശേഷം പ്രാക്ടീസിനു വേണ്ടി ശ്രമിച്ചു. ഒട്ടും എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. ഒടുവിൽ സീനിയർ അഭിഭാഷകനായ തിരുവെങ്കടത്തിനൊപ്പം പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടി. ആദ്യം ഓഫീസ് ജോലിയാണ് നൽകിയതെങ്കിലും പിന്നീട് വാദിക്കാനും അവസരം ലഭിച്ചു. ആ സമയത്ത് സാറ പറയുന്നത് ജഡ്ജിക്ക് മനസ്സിലായില്ലെങ്കിൽ എഴുതി കാണിക്കുകയായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരെ വാദിക്കുവാൻ സാറയ്ക്ക് അവസരവും കിട്ടി. അതേസമയം ഇരട്ട സഹോദരി മറിയ CA പൂർത്തിയാക്കി സ്വകാര്യ സ്ഥാപനത്തിൽ ഓഡിറ്ററായി ജോലി ചെയ്യുകയാണ്. മറിയയുടെ ഭർത്താവ് നിരുൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ജ്യേഷ്ഠൻ പ്രതീക് എഞ്ചിനീയറിംഗ് പഠനശേഷം അമേരിക്കയിൽ IT രംഗത്ത് ജോലി ചെയ്യുകയാണ്. പ്രതീകിന്റെ ഭാര്യ ലിസയും കേൾവി പരിമിതിയുള്ള ആളാണ്. മക്കൾ സീവയും സുബിനും. തന്റെ വഴികാട്ടിയും സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡുമായ സഞ്ജിത എയിനൊപ്പമാണ് സാറ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മനസ്സു നിറയെ സ്വപ്നങ്ങളാണുള്ളത്. മനുഷ്യാവകാശം, ഭരണഘടനാപരമായ അവകാശങ്ങൾ, ഭിന്നശേഷിക്കാരുടെ നിയമപരമായ അവകാശങ്ങൾ, ഇവയ്ക്കെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന അഭിഭാഷകയായി മികവ് തെളിയിക്കണമെന്നാണ് സാറയുടെ ഏറ്റവും വലിയ മോഹം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.